ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കേരളം ഒരു എമർജിങ് ഇൻഡസ്ട്രിക്ക് റെഡിയാണോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ മഹാരാഷ്ട്രയിൽ ഇസ്രായേലിൻ്റെ ടവർ സെമി കണ്ടക്ടറും അഡാനി ഗ്രൂപ്പുമായിട്ട് വലിയൊരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് പ്രോജക്റ്റ് പനവേലിൽ റായ്ഗഡ് ഡിസ്ട്രിക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ 84,000 കോടിയാണ് വരുന്നത്. അത് 15,000 ജോലി ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നു. ഇനിയുള്ള പുതിയ പുതിയ മാനുഫാക്ചറിങ് ഒക്കെ വരുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിലാണ് ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ജോബ്സ് വരുന്നത്. അവിടെ 4 പ്രോജക്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നത് പനവേലിൽ, പൂനെയിൽ, മറാത്ത്വാഡയിൽ, വിദർഭയിൽ 29,000 ജോബ് അവർ ഇലക്ട്രിക് വെഹിക്കിൾസിലും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെക്കുന്നത്. അവരിപ്പോൾ സ്കോഡ വോൾസ് വാഗൻ്റെ കമ്പനീൻ്റെ 12,000 കോടിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ടൊയോട്ട കിർലോസ്കറിൻ്റെ അനദർ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഈ മന്ത്രി രാജീവൊക്കെ ഇതിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് എനിക്ക്